ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സിലെ ആദ്യം നമ്മൾ പഠിക്കുന്നത് അഡീഷൻ ഓഫ് മെട്രിക്സസ്. മെട്രിക്സിനെ എങ്ങനെ ആഡ് ചെയ്യാം? അഡീഷൻ ഓഫ് മെട്രിക്സസ്. അഡീഷൻ ഓഫ് മെട്രിക്സസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എല്ലാത്തരം മെട്രിക്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് പല ഓർഡറുള്ള മെട്രിക്സുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് എ 2/3 മെട്രിക്സ്. ഇതിന്റെ ഓർഡർ എത്ര? 2/3 അല്ലേ? മറ്റൊരു മെട്രിക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക: 1 2 2 3 2 4 1 2 2 4 3 2 അല്ലേ? മറ്റൊരു മെട്രിക്സ് ഈ മെട്രിക്സിന്റെ ഓർഡർ എത്ര? ദാറ്റ് ഈസ് 3/2. എത്ര? 2/3. അപ്പോൾ നമ്മൾ അഡീഷൻ ഓഫ് മെട്രിക്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോഴേ നമ്മൾ പറയാൻ പോകുന്നത് എത്തരത്തിലുള്ള മെട്രിക്സുകളൊക്കെയാണ് അഡീഷന് സാധ്യമായത് അല്ലേ? അപ്പോഴേ ഈ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? രണ്ട് കൺഫോമബിൾ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. എന്താണ്? ഓർഡർ സെയിം ആയിരിക്കണം. അപ്പോൾ അതായത് ഈ രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ എ എന്നും ഈ മെട്രിക്സിനെ നമ്മൾ ബി എന്നും വിളിച്ചാൽ, ഇത് സി എന്നും വിളിച്ചാൽ എ സി കൊണ്ടോ ബി എ സി കൊണ്ടോ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓർഡർ വ്യത്യാസമാണ്. അപ്പോൾ സെയിം ഓർഡറുള്ള മെട്രിക്സുകൾ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്താണ് എ പ്ലസ് ബി? അതുകൊണ്ടാണ് പറയുന്നത് അല്ലേ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റുകൾ ആഡ് ചെയ്താൽ മതി. അതായത് ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് ആയ A1 എന്നും ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് B1 എന്നും വിളിക്കും. അത് ആഡ് ചെയ്താൽ അപ്പോൾ ഈ മെട്രിക്സിനെ സി എന്ന് വിളിച്ചാൽ ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് ആയ C1 കിട്ടും. എങ്ങനെയാണ്? 1 + 2, അതാണ് C1. അതുപോലെ ഈ മെട്രിക്സിന്റെ C12 എന്ന് പറഞ്ഞാൽ A12 പിന്നെന്താണ് B12 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്തത് അപ്പോൾ എത്ര? 2 + 3 ആണ് അല്ലേ? അടുത്ത എന്താണ്? 3 + 0 ആണ്. അടുത്ത എന്താണ്? 4 + 8 ആണ്. അടുത്ത എന്താണ്? 5 + 7 ആണ്. അടുത്ത എന്താണ്? 6 + 7 6 ആണ്. സോ ദ ആൻസർ ഈസ് 3 5 3 12 12 and 12. So this is the sum of these two matrices. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എയുടെ ഓർഡർ 2/3 ആയിരുന്നു, എ ബിയുടെ ഓർഡർ 2/3 ആണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അഡീഷൻ കൺഫോമബിൾ ആവത്തുള്ളൂ. അങ്ങനെ ആഡ് ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/3 ആയിരിക്കും. നമുക്ക് ഇനി ഇതിന്റെ ഡെഫിനിഷനിലേക്ക് വരാം അല്ലേ? ഇതിപ്പോൾ നിങ്ങൾ എഴുതണ്ട, നമുക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. അത് നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. ഡെഫിനിഷൻ ശ്രദ്ധിച്ച്: അഡീഷൻ ഓഫ് മെട്രിക്സസ്. If A equal to matrix Aij and B equal to matrix Bij are two matrices of the same order, say m/n. That means A is of order m/n and B is also of order m/n. Then the sum of the two matrices A and B is defined as the matrix C equal to matrix Ch. Chയുടെ ഓർഡർ എത്രയാണ്? m/n. അപ്പോൾ എയും ബിയുടെ കൂട്ടിയാൽ എയുടെ ഓർഡർ m/n ബിയുടെ ഓർഡർ m/n ആയാൽ A + B ആയ സി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? m/n ആയിരിക്കും. ഇനി ആ മെട്രിക്സിനകത്ത് Cij എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് തുടർന്ന് പറഞ്ഞിരിക്കും അല്ലേ? വേർ Cij is equal to Aij + Bij. അതായത് C11 എന്ന് പറഞ്ഞാൽ A11 B11 കൂട്ടണം. അങ്ങനെ ഓരോ എലമെന്റും സി എന്ന് പറയുന്ന മെട്രിക്സിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഫോർ ഓൾ വാല്യൂസ് ഓഫ് I H. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ച്: if A equal to matrix 1 2 3 4 5 6, this is one matrix, okay, and B equal to matrix -1 3 0 4 2 1. So then A + B അല്ലേ? അപ്പോൾ A + B ചെയ്യുന്നതിന് മുമ്പ് എയും ബി ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. എയുടെ ഓർഡർ 2/3, ബിയുടെ ഓർഡർ 2/3. അപ്പോൾ രണ്ടിൻ്റെ ഓർഡർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് എങ്ങനെയായിരിക്കും? 1 + -1 കറസ്പോണ്ടിങ് എലമെന്റ് ആണ് ആഡ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? 2 + 3. അടുത്ത എന്താണ്? 3 + 0. ഓക്കെ. ദെൻ 4 + 4 5 + 2 6 + 1. So what will get? Second matrix 0 5 3 8 7 7. This is the matrix C, matrix A plus B.
മനസ്സിലായല്ലോ? നമ്മൾ രണ്ടാമത് പഠിക്കുന്ന ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. അപ്പോൾ എന്താണ്? മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ബൈ എ സ്കേലാർ, മറ്റൊരു സ്കേലാർ കൊണ്ടാണ്, അല്ലാതെ ഒരു മെട്രിക്സ് കൊണ്ടല്ല. സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു മെട്രിക്സ് അല്ല, പിന്നെന്താണ്? ഒരു സ്കേലാർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പം അങ്ങനെ ഒരു മെട്രിക്സിനെ ഒരു നമ്പർ കൊണ്ട്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനാണെന്നാണ് ഈ ഓപ്പറേഷൻ നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ഓഫ് ഓർഡർ എം ബൈ എൻ. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ വായിക്കേണ്ടത് എ ഈസ് എ മെട്രിക്സ് എ ഐ ഓഫ് ഓർഡർ എം ബൈ എൻ ഈസ് എ മെട്രിക്സ് ആൻഡ് കെ ഈസ് എ സ്കേലാർ. ദാറ്റ് മീൻസ് കെ ഈസ് എ സ്കേലാർ മീൻസ് എ നമ്പർ, നോട്ട് എ മെട്രിക്സ്. ദെൻ കെ എ അവിടെ കെ സ്കേലാർ, എ ഈസ് എ മെട്രിക്സ്, ഈസ് അനദർ മെട്രിക്സ്. അപ്പോൾ കെ വീണ്ടും ഒരു മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സിന്റെ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു മെട്രിക്സ് ആണ്, വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈങ് ഈച്ച് എലമെന്റ് ഓഫ് എ ബൈ ദ സ്കേലാർ കെ. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെന്റിനെയും, ഓരോ എലമെന്റിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പുതിയ മെട്രിക്സ്. അപ്പോൾ ഓർഡർ ചേഞ്ച് ആവത്തില്ല, ഓർഡർ എന്ത് തന്നെയായിരിക്കും? എം ബൈ എൻ തന്നെയായിരിക്കും. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെയാണ് എന്താണ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എക്സാമ്പിൾ, ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 3 4 5 6 3 0. This is a matrix. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്ര? This is a matrix of order 3/2. 3 റോ 2 കോളം അല്ലേ? Then 3a means a എന്ന് പറയുന്ന മെട്രിക്സിനെ സ്കേലാർ ആയ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു മെട്രിക്സ് 3 4 5 6 3 0. This is equal to matrix 3. Each element ne 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 3 into 3 is 9. 3 into 4 is 12. 3 into 5 50. 3 into 6 80. 3 into 3 9. 3 into 0 0. This is 3. ഇതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് പറയാം. അടുത്ത ഓപ്പറേഷൻ അല്ല, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് പറയും. ശ്രദ്ധിക്കുക, ദ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എ ഈസ് നോട്ടഡ് ബൈ മൈനസ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ നെഗറ്റീവിനെ മൈനസ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മൈനസ് എ ഈക്വൽ ടു -1 ഇൻറ്റു എ. അപ്പോൾ മൈനസ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ -1 എന്ന സ്കേലാർ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 2 3 -1 4 is a 2/2 matrix or a square matrix of order 2. അല്ലെ, ഒന്നുകിൽ 2/2 matrix എന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്വയർ matrix of order 2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ then മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാ എലമെന്റിനും നെഗറ്റീവ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു ഇപ്പം -1 ഇൻറ്റു എ ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു നിങ്ങൾക്കറിയാം എ എന്ന് പറയുന്ന മെട്രിക്സ് 2 3 -1 4 ആണ്. അപ്പം എങ്ങനെ എഴുതാം? -1 കൊണ്ട് എല്ലാ എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 -3 -1 ഇൻറ്റു -1 1 -1 ഇൻറ്റു -4 -1 ഇൻറ്റു 4 -1. സോ ദിസ് ഈസ് മൈനസ്. അപ്പോൾ സിമ്പിളാണ്. ഏത് പറയുന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ മൈനസ് എഴുതാൻ എല്ലാ എലമെന്റിനെയും നെഗറ്റീവ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നെഗറ്റീവ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് എലമെന്റ് അല്ല നെഗറ്റീവ് ആവും, നെഗറ്റീവ് എലമെന്റ് എന്താ പോസിറ്റീവ് ആവും. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്, ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 2 3 3 2 3 1 and b equal to matrix 3 -1 3 -1 0 2 find 2a minus b അല്ലേ. അപ്പോൾ നമ്മളിവിടെ ശരിക്കും ചെയ്യേണ്ടത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പിന്നെ മെട്രിക്സിന്റെ ഡിഫറൻസുമാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, -b എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? -1 ഇൻറ്റു ബി ആണ്. അപ്പോൾ അത് തമ്മിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം 2a കണ്ടുപിടിക്കും അല്ലേ. 2a നിങ്ങൾക്കറിയാം, 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു മെട്രിക്സ് 1 2 3 2 3 1 അല്ലേ. എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 2 4 6 2 ഇൻറ്റു 2 4 then 2 ഇൻറ്റു 3 6 2 ഇൻറ്റു 1 2. അപ്പോൾ 2a ആയി. ഇനി നമുക്ക് വേണ്ട എന്താണ്? 2a മൈനസ് ബി. അപ്പോൾ അഡീഷൻ കൺഫോമബിൾ ആണെങ്കിൽ നിങ്ങൾക്കറിയാം സെയിം ഓർഡർ ആണ്. അതുപോലെ ഡിഫറൻസ് ആണെങ്കിലും കൺഫോമബിൾ ആണെങ്കിൽ സെയിം ഓർഡർ ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അഡീഷൻ തന്നെയാണ്. നെഗറ്റീവ് എടുത്തിട്ട് ആഡ് ചെയ്താൽ അല്ലേ. സോ 2a 2 4 6
4 6 2 is minus d. d നിങ്ങൾക്കറിയാം 3 minus 1 3 minus 1 0 2. അപ്പോൾ ഇതെങ്ങനെയാണ് കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുക. 2 minus 3 that is minus 1. 4 minus minus 1. അപ്പോൾ 4 minus minus 1 ആകുമ്പോൾ 4 plus 1. 4 plus 1 എത്ര 5. 6 minus 3 എത്ര 3. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ്. ഇനി സെക്കൻഡ് റോ 4 minus minus 1. അപ്പോൾ 4 plus 1 ആവും 5 ആവും അല്ലേ. 6 minus 0 6 തന്നെ. 2 minus 2 0. So this is 2a minus. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും രണ്ട് ഓപ്പറേഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് എന്താണ് അഡീഷൻ, രണ്ടാമത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇതിനകത്ത് ഡിഫറൻസ് വന്നു. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് പറയാത്തത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും അഡീഷൻ തന്നെയാണ്. അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് എ പ്ലസ് മൈനസ് ബി ആണ്. അപ്പം ഡിഫറൻസിനെ നമുക്ക് എങ്ങനെയാക്കി മാറ്റാം, അഡീഷൻ ടേംസിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഡിഫറൻസ് ആയിട്ട് നമുക്ക് പുതിയതായിട്ട് പറയാം. ഡിഫറൻസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പുതിയതായിട്ട് നമുക്ക് പറയണ്ട. നമ്മൾ രണ്ട് ഓപ്പറേഷൻ പഠിച്ചു. എന്താണ് മെട്രിക്സിന്റെ അഡീഷൻ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. രണ്ട് മെട്രിക്സ് അഡീഷൻ കൺഫോമബിൾ ആണെങ്കിൽ സെയിം ഓർഡർ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചില്ല, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഒരു മെട്രിക്സിനെ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷൻസ് പഠിച്ചപ്പോൾ ഈ രണ്ട് ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടികളെ പറ്റിയാണ് നമ്മൾ പെട്ടെന്ന് എഴുതാൻ പോകുന്നത്. പെട്ടെന്ന് നമ്മൾ അഡീഷന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ്. നിങ്ങൾക്കറിയാം സെറ്റ് ഓഫ് റിയൽ നമ്പർ കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലെ, എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. അതുപോലെ മെട്രിക്സ് അഡീഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. അതായത് എയും ബിയും രണ്ട് മെട്രിക്സസ് ആണ്. എ ഈക്വൽ ടു മെട്രിക്സ് എ ജെ ആൻഡ് ബി ഈക്വൽ ടു മെട്രിക്സ് ബി ഐ ജെ ആർ ടു മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ. സെയിം ഓർഡർ ആണെങ്കിൽ അഡീഷൻ കൺഫോമബിൾ ആകും. അങ്ങനെയെങ്കിൽ എയും ബിയോട് ആഡ് ചെയ്താലും ബി എയോട് ആഡ് ചെയ്താലും സെയിം ആണ്. ഈ പ്രോപ്പർട്ടിയാണ് എന്ന് വിളിക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിക്കുന്നത്. അതേപോലെ അസോസിയേറ്റീവ് ആണ്. A equal matrix Aij and B equal matrix Bij, C equal matrix Cij are three matrices of the same order. Then A B യോട് ആഡ് ചെയ്തിട്ട് അതിനോട് C ആഡ് ചെയ്താലും എയുടെ കൂടി ബിയും സിയോട് ആഡ് ചെയ്താലും സെയിം തന്നെ കിട്ടും. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോയും അസോസിയേറ്റീവ് ലോയും മെട്രിക്സിന്റെ അഡീഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത് നമുക്കറിയാം സെറ്റ് ഓഫ് റിയൽ നമ്പറിനകത്ത് അഡീഷൻ ഐഡന്റിറ്റി 0 ആണ്. അല്ല, എന്താ അഡീഷൻ ഐഡന്റിറ്റി 0 എന്ന് പറയുന്നത്? ഏത് റിയൽ നമ്പറായിട്ട് ആറിൽ എടുത്താൽ അതിലൂടെ 0 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എ തന്നെ കിട്ടും. അത് തന്നെയാണ് 0യും എയോട് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 0 അഡീഷൻ ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ മെട്രിക്സിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എല്ലാ ഓർഡറിലുള്ള മെട്രിക്സിന്റെ എന്താണ് കളക്ഷൻ. അതാണ് നമ്മുടെ സെറ്റ്. റിയൽ നമ്പർ സെറ്റിന് പകരം ഇപ്പം നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ മെട്രിക്സിന്റെ കളക്ഷനാണ്. അപ്പോൾ സെറ്റിനകത്ത് കിടക്കുന്ന മെട്രിക്സസ് ആണ്. മെട്രിക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഫസ്റ്റ് ഓർഡറിലുള്ള ഒരു റോയും ഒരു കോളം മാത്രമുള്ള മെട്രിക്സ് ഉണ്ട്, രണ്ട് റോയും രണ്ട് കോളം ഉള്ളതുണ്ട്, ഒരു റോയും രണ്ട് കോളം. അപ്പോൾ പല ഓർഡറിലുള്ള മെട്രിക്സ് കിടക്കുകയും ഇതിനകത്താണ് നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലായി സെയിം ഓർഡറിലെ മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ അഡീഷൻ ഐഡന്റിറ്റി ഉണ്ടോ ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ കൂടി, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ കൂടി ഏതെങ്കിലും ഒരു മെട്രിക്സ് ആഡ് ചെയ്താൽ എ തന്നെ കിട്ടുമോ? അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനോട് കൂടി അപ്പോൾ എയുടെ ഓർഡർ m/n ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു m/n ആയിട്ടുള്ള 0 മെട്രിക്സ് കൺസിഡർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ m റോയും n കോളമുള്ള എല്ലാ എൻട്രീസും 0 ആയിട്ടുണ്ട്. അപ്പോൾ ആ മെട്രിക്സ് എയോട് ആഡ് ചെയ്താൽ വീണ്ടും കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ. അതായിരിക്കും എന്ത് തന്നെ 0. അപ്പോൾ ഇതിനെ നമ്മൾ പഠിക്കുന്നത് 0 മെട്രിക്സ് ആണ് അല്ലേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ അത് 0 എയോട് ആഡ് ചെയ്താൽ അത് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 0 ആണ് അഡീഷൻ്റെ എന്താണ് മെട്രിക്സ് അഡീഷൻ്റെ എന്താണ് ഐഡന്റിറ്റി അല്ലേ? അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെട്രിക്സിൻ്റെ വലുപ്പം എത്ര ആണോ അത്രയും ഓർഡറുള്ളതാണ് 0 മെട്രിക്സ്. അതേപോലെ നമ്മൾ എവിടെയും ഐഡന്റിറ്റി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡീഷൻ്റെ റിയൽ നമ്പർ സെറ്റിലെ ഐഡന്റിറ്റി 0 ആണ്. അതുപോലെ മെട്രിക്സ് എന്ന് പറയുന്ന സെറ്റിലെ അഡീഷൻ്റെ ഐഡന്റിറ്റി 0 അല്ല, 0 മെട്രിക്സ് ആണ്. അതാണ് വ്യത്യാസം അല്ലേ? അതുപോലെ നമുക്കറിയാം റിയൽ നമ്പർ സെറ്റിലെ 2 എന്ന് പറയുന്ന എലമെന്റിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, 2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാണ്? 2 ഏത് എലമെന്റിലൂടെ കൂട്ടിയാൽ 0 കിട്ടുമെന്ന് നോക്കാം. ഏതുകൂടെ കൂട്ടിയാൽ -2 അല്ലേ? അതേപോലെ അപ്പോൾ അന്നേരം നമ്മൾ 2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -2 എന്ന് പറയുന്നത്. അതേപോലെ മെട്രിക്സിനകത്ത് എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് അഡീഷന് എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ് നമ്മൾ നോക്കാം. അപ്പോൾ എന്ന് പറയുന്ന മെട്രിക്സിന്റെ കൂടെ ഏത് മെട്രിക്സ് ആഡ് ചെയ്താലാണ് 0 മെട്രിക്സ് കിട്ടുന്നതെന്നാണ് നോക്കുന്നത്.
ഏഴ് കൂടെ ഏത് ആഡ് ചെയ്താലാണ് സീറോ മെട്രിക്സ് കിട്ടുന്നത്? ഏഴ് കൂടെ മൈനസ് ആഡ് ചെയ്താലേ എന്ത് കിട്ടത്തുള്ളൂ? സീറോ മെട്രിക്സ് കിട്ടും. അപ്പോൾ ഏഴ് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയും എന്താണ് മെട്രിക്സ് അഡീഷനകത്ത് സാറ്റിസ്ഫൈഡ് ആവും. അതാണ് നമുക്കിനി എഴുതാനുള്ളത്. അപ്പോൾ പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. Let A equal to matrix Aij be an m by n matrix and zero matrix be an m by n matrix. Then A plus 0. അപ്പോൾ ഈ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രിക്സ് ആണ്. അപ്പോൾ എന്ന് പറയുന്ന മെട്രിക്സ് ഏത് ഓർഡറിലാണോ അത്ര ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആണ് ഈ സീറോ എന്ന് പറയുന്ന മെട്രിക്സ്. ഈക്വൽ ടു എ ദാറ്റ്സ് ഈക്വൽ ടു 0 plus where zero matrix is the additive identity for the matrix addition. For example പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, if A equal to matrix 3 4 1 2 3 1 അല്ലേ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഡന്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന മെട്രിക്സ് സീറോ എന്ന് പറഞ്ഞാൽ ഇതേ ഓർഡറിലുള്ള സീറോ മെട്രിക്സ് ഇതാ. അപ്പോൾ ആ മെട്രിക്സ് നമ്മൾ എടുക്കുമ്പോഴാണ് സീറോ മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് പറയാൻ പറ്റും. ആ മെട്രിക്സിന്റെ അതേ ഓർഡറുള്ള. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം എ എന്ന് പറയുന്ന മെട്രിക്സും സീറോ എന്ന് പറയുന്ന മെട്രിക്സും ആഡ് ചെയ്താൽ കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്താൽ 3 plus 0 എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. 4 plus 0 4 തന്നെയാണ്. 1 plus 0 1 തന്നെയാണ്. 2 plus 0 2 തന്നെയാണ്. 3 plus 0 എന്താണ്? 3 തന്നെയാണ്. 1 plus 0 എന്താണ്? 1 തന്നെ. എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അത് തന്നെ ആയിരിക്കും സീറോയും എയുടെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ അഡീഷൻ്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സീറോ മെട്രിക്സ് ആണ്. എന്ന് പറയാൻ 2 റോയും 3 കോളമുള്ള മെട്രിക്സ്. ക്ലിയർ ആയി? ഇനി നമ്മൾ പറയേണ്ടത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ആണ്. Existence of additive inverse. Let A equal to matrix Aij be an m by n matrix. Then we have another matrix minus A equal to minus Aij of same order m by n, such that A plus minus A equal to 0 matrix equal to minus A plus A. Here minus A is the additive inverse of A. For example പറഞ്ഞാൽ നമുക്ക് പറയാം the additive inverse of of A equal to matrix 3 4 minus 1 0 3 4. ഈ മെട്രിക്സിന് അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഈസ് മൈനസ് ഈക്വൽ ടു ഏതായിരിക്കും? അത് -3 -1 കറസ്പോണ്ടിങ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാറ്റിയാൽ മതി. അപ്പോൾ എത്ര? 1 0 -3 -1. അപ്പോൾ നമ്മൾ നോക്കി ഈ മൈനസ് ഏഴ് ആഡ് ചെയ്താൽ സീറോ മെട്രിക്സ് കിട്ടും. അതുകൊണ്ട് ഈ എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ഇത്, അഥവാ ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ഈ മെട്രിക്സ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോപ്പർട്ടീസ് ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. If A equal to matrix Aij and B equal to matrix Bij be two matrices of the same order, say m by n, and K and L are scalars. അപ്പോൾ K L സ്കേലാറുകളാണ്, എ ബി എന്താണ്? മെട്രിക്സുകളാണ്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് K ഇൻറ്റു എ പ്ലസ് ബി. ഇതിൽ എയും ബിയും മെട്രിക്സ് ആണ്, കെ സ്കേലാറാണ്. അപ്പോൾ എ പ്ലസ് ബിയിലോട്ട് കെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും കെ എ പ്ലസ് കെ ബി ചെയ്യുന്നതും സെയിം ആണ്. അതുപോലെ കെ പ്ലസ് എൽ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ കെ എ പ്ലസ് എൽ എ ആണ്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും അഡീഷൻ്റെയും അല്ലേ, നമ്മൾ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഇക്വാളിറ്റി, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലിഫൈ കോസ് തീറ്റ ഇൻറ്റു മെട്രിക്സ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു മെട്രിക്സ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ശരിക്കും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, കാരണം കോസ് തീറ്റ കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക, അതുപോലെ സൈൻ തീറ്റ കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ മെട്രിക്സ് അഡീഷൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷൻ്റെ ഇവിടെ കോമ്പിനേഷനാണ് ഈ പ്രോബ്ലം. നമുക്കപ്പോൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, ദിസ് പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു മെട്രിക്സ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. ശരിക്കും ഒരു 2/2 മെട്രിക്സ് ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ്. ആദ്യം നമുക്ക് ഇവിടുത്തെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. നമുക്കറിയാം കോസ് തീറ്റയും കോസ് തീറ്റയുടെ ഗുണിച്ചാൽ കോസ് സ്ക്വയർ തീറ്റ, കോസ് തീറ്റ സൈൻ തീറ്റ ഗുണിച്ചാൽ സൈൻ തീറ്റ കോസ് തീറ്റ, അഥവാ കോസ് തീറ്റ സൈൻ തീറ്റ. അതുപോലെ ഇവിടെ
മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ആദ്യത്തെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ കഴിയും. ഇനി സെക്കൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ സൈൻ തീറ്റ കൊണ്ടാണ് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ. ഇനി അതുപോലെ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്താണ് സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. പിന്നെ ഈ മെട്രിക്സ് എന്താണ് 2/2 ഓർഡറുള്ള മെട്രിക്സ് 2/2 ഓർഡറുള്ള മെട്രിക്സോട് ആഡ് ചെയ്യാം. നമുക്കറിയാം മെട്രിക്സ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അത് എത്രയാണ് 1 ആണ് അല്ലേ. സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റയോട് ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോവും അല്ലേ. സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റയും സൈൻ തീറ്റ കോസ് തീറ്റയോട് ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോവും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്ര 1 ആണ് അല്ലേ. അപ്പോൾ കിട്ടിയിരിക്കുന്നത് 2/2 മെട്രിക്സ് ആണ് 1 0 0. ഈ മെട്രിക്സിനെ ശരിക്കും നമ്മൾ ഇങ്ങനെ വിളിച്ചായിരുന്നു ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2. അപ്പോൾ സിമ്പിളായിട്ട് വേണേൽ I2 എന്ന് എഴുതാം. എഴുതിയിട്ടൊരു കുഴപ്പമില്ല, ഇങ്ങനെ എഴുതി വെച്ചാൽ ശരിയായിരുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ദിവസം ശ്രദ്ധിക്കുക. ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മെട്രിക്സ് 7 0 2 5 ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മെട്രിക്സ് 3 0 0 3. അപ്പോൾ എക്സ് വൈ കണ്ടുപിടിക്കാം. നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ഇതുപോലത്തെ ആൾജിബ്രായിക് ഇക്വേഷൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇത് ചെയ്യണം അല്ലേ. ഗിവൺ എക്സ് പ്ലസ് വൈ, ഇപ്പോൾ എക്സ് വൈ മെട്രിക്സ് ആണ് ഈക്വൽ ടു, കാരണം സം ഒരു മെട്രിക്സ് ആയിട്ടാവുന്നത്. അപ്പോൾ എക്സ് വൈ മെട്രിക്സ് ആണ് ഈക്വൽ ടു 7 0 2 5. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1 അല്ലേ. അടുത്തെന്താണ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മെട്രിക്സ് 3 0 0 3. എക്സ് വൈ ക്യാപിറ്റലായിട്ട് എഴുതണം, കാരണം മെട്രിക്സ് ആണ്. ഇക്വേഷൻ നമ്പർ അല്ലേ. എന്ത് ചെയ്യണം 1 + 2 1 2 ആഡ് ചെയ്യും. അപ്പോൾ മൈനസ് വൈ വൈ കട്ടായി പോകും. എക്സ് പ്ലസ് എക്സ് എന്താണ് 2x, വൈയും മൈനസ് വൈയും ക്യാൻസൽ. ദിസ് ഈസ് ഈക്വൽ ടു ഈ കറസ്പോണ്ടിങ് മെട്രിക്സ് ആഡ് ചെയ്യുക. അപ്പോൾ 2 7 + 3 10 0 + 0 0 2 2 + 0 2 5 + 3 8. അപ്പോൾ എക്സ് ആണെന്ന് കിട്ടി 2x. അപ്പോൾ നമുക്ക് 2x = 10 0 2 8. അപ്പോൾ എക്സ് എന്താണ് x = ഹാഫ് ടൈംസ് 2 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് ഹാഫ് ടൈംസ് 10 0 2 8 അല്ലേ. ഹാഫ് ടൈംസ് എന്ന് പറയുമ്പോൾ എന്താണ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. ഹാഫ് കൊണ്ട് എല്ലാ എലിമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഹാഫ് കൊണ്ട് 10നെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്കറിയാൻ കിട്ടുന്നത് 5 ആണ്. 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ 1, 8നെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം വൈ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ കിട്ടും അല്ലേ. നമുക്ക് ഇങ്ങനെ എഴുതാം. പുട്ട് എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എന്ത് കിട്ടും y ഈക്വൽസ് എന്താ കിട്ടുന്നത് മെട്രിക്സ് 7 0 2 5 മൈനസ് എക്സ് അല്ലേ. ഇക്വേഷൻ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ദാറ്റ്സ് ഈക്വൽ ടു 7 0 2 5 മൈനസ് എക്സ് ഈസ് 5 0 1 4. സബ്ട്രാക്ട് ചെയ്ത് 7 minus 5 is 2, 0 minus 0 is 0, 2 minus 1 is 1, 5 minus 4 is 1. So this is our y. അഥവാ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനോട് സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് 2y കിട്ടും. അവിടുന്ന് വേണമെങ്കിൽ y കണ്ടുപിടിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അത് ശ്രദ്ധിച്ച് ഒരു മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഗിവൺ 3 into മെട്രിക്സ് എക്സ് വൈ ഇസഡ് ഡബ്ല്യു ഈക്വൽസ് മെട്രിക്സ് എക്സ് പ്ലസ് x 6 minus 1 2w plus 4x plus y z plus w 3. And the values of x, y, z and w. അപ്പോൾ ഇവിടെ എന്താണ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, പിന്നെ ഇക്വാളിറ്റി ഉണ്ട്. അപ്പോൾ 3 ഓപ്പറേഷൻസ് കൂടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യും? നമുക്ക് ഗിവൺ 3 into മെട്രിക്സ് എക്സ് വൈ z w ഈക്വൽ ടു മെട്രിക്സ് x 6 minus 1 2w plus matrix 4 x plus y z plus w 3. So ഇവിടെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ 3x 3y 3z 3w
ദിസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് മെട്രിക്സ് ആണ്, 2/2 ഓർഡറിലുള്ളതാണ്. ആഡ് ചെയ്താൽ വീണ്ടും 2/2 മെട്രിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് എൻട്രി x+4, സെക്കൻഡ് എൻട്രി x+y+6 അല്ലേ. ഇതെന്താണ് z+w -1 2w+3. അപ്പോൾ നമുക്കൊരു 2/2 മെട്രിക്സ് മറ്റൊരു 2/2 മെട്രിക്സിന് ഈക്വൽ ആയി. അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ് ഈക്വൽ ആയി. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ദിസ് സിംപ്ലൈസ് എന്താണ് 3x ഈക്വൽസ് x+4. That means 3x minus x equals 4. Means 2x equal to 4. So x is equal to 4/2. That's equal to 2. So x find out time. അതുപോലെ സെക്കൻഡ് എൻട്രീസ് സെക്കൻഡ് എലിമെന്റ് ഇക്വേറ്റ് ചെയ്താൽ 3y equal to x+y+6. So 3y minus y equals x+6. y ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ് 2y equal to x already കിട്ടി 2. അപ്പോൾ 2+6. അപ്പോൾ 2y equal to 8. So y equal to 8/2. That means 4. അപ്പോൾ y find out ആയി. ഇനി എന്താണ് 3z is equal to z+w -1 എന്ന് എടുക്കാം. 3z equals z+w -1 എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് z ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 3z minus z equals w -1. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2z equal to w -1 അല്ലേ. അപ്പോൾ w z ഇല്ല, അതുകൊണ്ട് അതോടെ ഓർക്കാം. അപ്പോൾ ഇനി അടുത്തതൊന്ന് ഇക്വേറ്റ് ചെയ്ത് 2w equals എന്താണ് 2w+3. This is not 2w. This is what is this? This is 3w. നമ്മൾ 3 കൊണ്ടാണ് ഇൻഡ് ചെയ്യുന്നത് അല്ലേ. സോ 3w. സോ 3w is equal to 2w+3. That means 3w minus 2w equal to 3. So w equal to w കിട്ടിയത് 3. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2z equal to 3 minus 1. That is 2. That is z. 2z is equal to 2. That's z equal to. So z is equal to 2/2 equal to 1. So x is 2, y is 4, and z is equal to 1, and w equal to 3. That's answer.